വളരെ ശ്രമകരമായ ദൗത്യം ആത്മവിശ്വാസത്തോടുകൂടി അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. മധു പറഞ്ഞതനുസരിച്ച് അതിനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സംവിധാനങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ നീളം കൂടിയ യന്ത്ര കൈ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനെ നീക്കി അതിന്റെ നീരൊഴുക്കിന്റെ ഗതി മാറ്റാനുള്ള ശ്രമങ്ങളും അതേസമയം നടക്കുന്നു. ഡ്രോൺ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്ന് തന്നെ കരുതുന്നു. ഇനി എപ്പോഴായിരിക്കും ഇവർക്ക്, മുങ്ങൽ വിദഗ്ധർക്ക് അങ്ങോട്ടേക്ക് എത്താൻ, ലോറിയുടെ ക്യാബിനിലേക്ക് അപ്രോച്ച് ചെയ്യാൻ എപ്പോഴാണ് കഴിയുക എന്നത് പ്രതീക്ഷിച്ച് നിമിഷങ്ങൾ എണ്ണിയിരിക്കുകയാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എപ്പോൾ ഇവർക്ക് ക്യാബിന് അരികിലേക്ക് എത്താനാകും എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നേരത്തെ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിരുന്നു. പക്ഷേ അടിയൊഴുക്ക് അവിടെ വളരെ ശക്തമാണ്. തലകീഴായിട്ടാണ് ലോറി കിടക്കുന്നത് എന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ അടിയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അടിയൊഴുക്ക് മൂലം അവർക്ക് അവിടേക്ക് എത്തിച്ചേരാനായില്ല. പക്ഷേ ലോറിക്ക് തൊട്ടടുത്ത് വരെ അവർ എത്തുകയും ചെയ്തു. ഈ ക്യാബിൻ ഭാഗത്തേക്ക് അവർക്ക് പോകാനായില്ല എന്നുള്ളതാണ് ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ആ ക്യാബിനിൽ എത്തിയാൽ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മുങ്ങിത്തപ്പിയുള്ള പരിശോധന തന്നെയാണ് ഈ സംഘം നടത്തിയത്. 2 വട്ടം കരസേനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ, 2 ഉദ്യോഗസ്ഥർ, മുങ്ങൽ വിദഗ്ധർ താഴേക്ക് എത്തി എന്നുള്ള നിർണായക വിവരം. ഇവർ ഇന്ന് ഈ സംഘത്തോടൊപ്പം ജോയിൻ ചെയ്ത ഇന്ദർബാൽ റിട്ടയർഡ് മേജർ ജനറലിന്റെ സംഘത്തിലുള്ള ആളുകളാണ്. അവരാണ് ഇന്ന് ഈ ലോറിക്ക് അരികിലേക്ക് എത്തിയത്. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിസന്ധികൾ, പ്രതികൂല ഘടകങ്ങൾ ഒരുപാടുണ്ട്. ഇതിനെയൊക്കെ മറികടന്നാൽ മാത്രമേ ഇവർക്ക് ലോറിയുടെ ക്യാബിനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ 10 ദിവസവുമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനെ കണ്ടെത്താനുള്ള ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലേക്കാണ്, ഒരു പക്ഷേ ഈ ഈ തിരച്ചിലിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാനാകുന്ന ഒരു സ്ഥിതിയായി തോന്നുന്നു. ഏതായാലും ഈ തിരച്ചിൽ അതിന്റെ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ അടുക്കുന്നു, ഈ തിരച്ചിലിന് ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാനല്ലേ. ആ വിധത്തിൽ നമുക്കിപ്പോൾ ആശിക്കാവുന്ന വിധത്തിലാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ശ്രീധരൻ. കാരണം ഇന്നലെയൊന്നും നമുക്കിത് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതിവേഗത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് ബോധ്യപ്പെടുന്നു. അതിനപ്പുറത്ത് അവിടേക്ക് ആ ലോറിക്ക് അരികിലേക്ക് തന്നെ ചെന്നെത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം സാധ്യമാവുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമ്മളെ അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. 2 മണിക്കൂറിനുള്ളിൽ നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയും എന്നാണ് ആ സംഘത്തിലുള്ളവർ നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ 2 മണിക്കൂറിൽ ആ നിർണായക വിവരം എന്ത് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് അറിയാൻ കാത്തിരിക്കുന്നത്. അത് ആ ക്യാബിനിലേക്ക് കടന്നെത്താൻ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ടോ, അത്തരത്തിലുള്ള എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് ഇനി ഇപ്പോൾ പ്രധാനമായും അറിയേണ്ടതുള്ളത്. ആ പരിശോധനകൾ നടക്കുമ്പോൾ അടുത്ത മണിക്കൂറുകൾ, നേരത്തെ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിന്റെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് ഓറിയന്റഡ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു തെരച്ചിൽ, ആ വാക്കേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള വിധത്തിൽ കാര്യങ്ങളിലേക്ക് ചെന്നെത്തും. അതിനുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുത്തിയൊലിച്ചു വരുന്ന പുഴയിൽ, സീറോ വിസിബിലിറ്റി ഉള്ളൊരു പുഴയിലേക്ക് കടന്നു ചെന്ന്, മനുഷ്യൻ ഇച്ഛാശക്തിയോടുകൂടി കടന്നു ചെന്ന് വലിയൊരു പ്രകൃതി ദുരന്തത്തിൻ്റെ, ആ മനുഷ്യൻ്റെ നിസ്സാരത പ്രകടമാക്കുന്ന ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ അതിനെ മറികടന്നുകൊണ്ട് അതിലും തൻ്റെ ശാസ്ത്രീയമായ നേട്ടങ്ങളിലൂടെ താൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് മനുഷ്യൻ ബോധ്യപ്പെടുത്തുന്ന, ശാസ്ത്രം ജയിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ആ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. മുമ്പ് പലവട്ടം നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഈ അങ്കോലയിലെ തെരച്ചിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇച്ഛാശക്തിക്ക്, രാവിലെ മേജർ ഇന്ദ്രപാലൻ പറഞ്ഞ അക്കാര്യം തന്നെ, നമുക്ക് അവിടേക്ക് കടന്നു ചെല്ലാനാവും. ഇന്ന് നിർണായകമായ ചില വിവരങ്ങൾ എനിക്ക് നൽകാനാവും എന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഇത്ര വേഗം തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് അതീവ നിർണായകമാണ്. കാലാവസ്ഥ തീർച്ചയായും പ്രതികൂല ഘടകം തന്നെയാണ്. ഇത്ര നേരം മഴ പെയ്തില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അലച്ചു പെയ്യുന്ന ഒരു മഴയായിരുന്നു ഇവിടെ കണ്ടത്. മൂടിക്കെട്ടി നിൽക്കുകയാണ്. ആ പ്രദേശത്ത് കാറ്റ് കൂടുതലാണ്. ആ നദിയുടെ ഒഴുക്കും
പ്രകൃതിയുടെ ഘടനയും രണ്ട് കുന്നുകൾക്കിടയിലുള്ള സ്ഥലവും എല്ലാം ചേർന്ന് അവിടെ കാറ്റ് ചീറിയടിക്കുന്നു. ഇവിടെയുള്ള കാറ്റിനേക്കാൾ രൂക്ഷമായ ഒരു കാറ്റ് അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അപ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യം ഏറെ ആശ്വാസകരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എപ്പോഴെത്താനാവും? വരും മണിക്കൂറുകളിൽ ആ വിവരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസമാണ് തീർച്ചയായിട്ടും. ശ്രീധരനിലേക്കും മധുവിലേക്കും ഞാൻ മടങ്ങി വരാം. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ കാര്യക്ഷമമായി തന്നെ നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ പ്രതിനിധികളോട് എന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തെരച്ചിൽ സംഘം ലോറിക്കരികിൽ 2 വട്ടം എത്തി. മുങ്ങൽ വിദഗ്ധർക്ക് 2 തവണ ലോറിക്കരികിൽ എത്താൻ സാധിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വളരെ കൃത്യമായ വിവരങ്ങളും വിദൂരതയിൽ നിന്നുള്ള ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഈ നിമിഷത്തിൽ നമുക്കിപ്പോൾ സാധിക്കുന്നത്. ഈ ക്യാബിനിലേക്ക്, ലോറിയുടെ ക്യാബിനിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ അടിയൊഴുക്ക് വലിയ തടസ്സമുണ്ടാക്കുന്നു. അപ്പോഴും ഈ അടിയൊഴുക്കിനെ കീറി മുറിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താൻ തന്നെ ദൃഢനിശ്ചയത്തിലാണ് സൈന്യം ഒന്നടങ്കമുള്ളത്. അവരൊക്കെ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദൂരതയിൽ നിന്നാണെങ്കിൽ പോലും ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത് KB രാഹുൽ നിൽക്കുന്ന സ്ഥലത്താണ്. രാഹുലിലേക്ക് പോകാം. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഒരു വലിയ കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് ദൂരത്തിൽ നിന്ന് പകർത്തിയെടുക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ എത്തുന്നത്. ഡ്രോൺ പരിശോധനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും അത് സംബന്ധിച്ച വിവരങ്ങളും. 2 തവണയാണ് മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ അടിത്തട്ടിൽ പോയി ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷേ ശക്തമായ അടിയൊഴുക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് അവിടെ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം.